പ്രതികൾക്ക് വേണ്ടി വക്കാലത്തുകൾ മുഴുവൻ കൊടുക്കുന്ന പായച്ചർ നവാസ് ആരാണ് എന്ന ചോദ്യം വന്നു. കോടതിയിൽ നിന്ന് വരെ അത്തരമൊരു ചോദ്യം ഉയർന്നു. ഈ നവാസിന് ഇപ്പോഴും സുഖകരമായി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. വിജിലൻസ് ഡയറക്ടർക്കെതിരെ വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുന്നതിന് മുൻപ് മുതൽ ഓരോ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോടതിയെ സമീപിച്ച റഹീം ഉപദേശിക്കുകയുണ്ടായല്ലോ വിൻസെന്റിനെ കോടതിയിലേക്ക് പോയിക്കൂടെ എന്ന്. കോടതിയെ സമീപിച്ച വ്യക്തിയാണ് ഈ സത്യൻ നരവൂർ. സത്യൻ നരവൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിൽ. ശരി, ആയിക്കോട്ടെ. അല്ല, നിൽക്കട്ടെ. കേസിന്റെ വിശദാംശങ്ങളിലേക്കല്ല പോകേണ്ടത്. പായച്ചർ നവാസിനെതിരെയും ഉണ്ടല്ലോ റഹീമെ കേസൊക്കെ. ജയിലിലും കിടത്തിട്ടുണ്ട്. അല്ല, കേൾക്കൂ. പായച്ചർ നവാസിനെതിരെയും ഉണ്ടല്ലോ. അപ്പോ അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന പേരിൽ അത്ര എന്താണ് യാതൊരു തരത്തിലുള്ള അധികാര ദുർവിനിയോഗത്തോടെയും അല്ല ജേക്കബ് തോമസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെങ്കിലും അങ്ങ് അംഗീകരിക്കണം. വേണു, ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയട്ടെ. ആദ്യം എന്നോട് ഈ ചോദ്യം വന്നപ്പം ഞാനിതിൽ ശ്രീ ജേക്കബ് തോമസ് വെച്ചിരിക്കുന്ന മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ഇത് വിശദീകരിക്കേണ്ടതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മറ്റൊരു ന്യായീകരണവും പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഇത്രയും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കൂടി പറയട്ടെ. ഇത് നമ്മൾ അഴിമതിയാണെന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അങ്ങ് പറയുകയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരിക്കലും അദ്ദേഹം ഡിക്ലെയർ ചെയ്തിരുന്നു. അന്ന് സോഴ്സ് ഓഫ് ഇൻകം കാണിച്ചിരുന്നു. തെറ്റായിട്ടാണ്. ശരി, ഭാര്യയുടെ പേര് അത് ടെക്നിക്കലല്ലേ, രണ്ടായാലും അവർ കാണിക്കാൻ ബാധ്യതയാണ്. ഞാൻ പറയട്ടെ, ഞാനതിനൊന്നും ന്യായീകരിക്കുന്നില്ല. താങ്കളുടെ ഭൂമി ഭാര്യയുടെ പേരിലുള്ളതാണെന്ന് പറഞ്ഞത് അതൊരു ടെക്നിക്കൽ എററാണെന്ന് എങ്ങനെ ഞാൻ പറയട്ടെ, അത് ബോധപൂർവമായ ഉണ്ടാക്കിയ ഒരു തെറ്റല്ലേ? ഒരു നിഗമനങ്ങളും നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള രീതിയിൽ നമ്മുടെ MLA-മാർ അല്ലെങ്കിൽ മന്ത്രിമാരായിരുന്നവരും മന്ത്രിമാരും അവരുടെ ഈ റിപ്പീറ്റഡായിട്ട് 50 വർഷം വരെ ജയിച്ചവരുടെ ഉണ്ട്. അവർ ഫയൽ ചെയ്തിരിക്കുന്ന അഫിഡവിറ്റ് ഒന്ന് എടുക്കാമോ? കേസുകൾ പോയിട്ടുണ്ട്. അതായത് അഫിഡവിറ്റിൽ ഒരു കാര്യം വിട്ടുപോയാൽ അതിനെ അവർ വിട്ടുപോയതാണെങ്കിൽ അവർക്ക് സോഴ്സ് ഓഫ് ഇൻകം വെളിപ്പെടുത്താനുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അഴിമതിയുടെ പരിധിയിൽ അത് വരില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രീ ജേക്കബ് തോമസ് വെച്ചിരിക്കുന്ന മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ അങ്ങനെ ഒരു ഒമിഷൻ ഉണ്ടായി അത് അന്ന് ഇപ്പോൾ ജേക്കബ് തോമസിനെതിരെ പറയുന്ന ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ജേക്കബ് ജോർജ് ഉൾപ്പെടെയുള്ളവർ അന്ന് പറഞ്ഞത് നേരെ തിരിച്ചുള്ള വാദമായിരുന്നു. അതായത് ശ്രീ KM എബ്രഹാമിൻ്റെ ഭാഗത്തു നിന്ന് വിട്ടുപോയത് അത് അത്ര വലിയ കയറി റെയ്ഡ് നടത്താവുന്ന ഒരു ഇതല്ല എന്നാണ്. അപ്പോൾ ഇത് ഓരോ താല്പര്യങ്ങൾ വെച്ചിട്ടാണ് ഓരോരുത്തരും സംസാരിക്കുന്നത്. എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. വിജിലൻസ് ഡയറക്ടർ KM എബ്രഹാമിനെ ഈ വിട്ടുപോയിട്ടുണ്ടാകാമെന്ന് ആനുകൂല്യം കൊടുത്തില്ല. അല്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിൽ പിഴവൊന്നുമില്ല എന്നും എക്സോണറേറ്റ് ചെയ്തുകൊണ്ട് ക്ലീൻ ചീറ്റ് കൊടുക്കേണ്ടി വന്നത്. ഇവരെല്ലാവരും ഇവർ തമ്മിലുള്ള എനിക്ക് ഒരു മിനിറ്റ് കൂടെ തരൂ. ഇവർ തമ്മിലുള്ള ഒരു ശീത സമരം ഇവിടെ നടക്കുന്നുണ്ട്. എനിക്കതിലൊരു തർക്കവുമില്ല. പക്ഷേ അതിൽ പ്രതിപക്ഷം എടുക്കുന്ന ഒരു നിലപാടുണ്ട്. ഇവിടുത്തെ മുഴുവൻ ഭരണസ്തംഭനത്തിൻ്റെയും കാരണം ശ്രീ ജേക്കബ് തോമസ് ആണെന്നാണ് ഇന്ന് പ്രതിപക്ഷം എടുത്തത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ പക്ഷം പിടിക്കാത്ത ഒരു പൊസിഷനല്ല എടുത്തത്. എനിക്കൊരൊറ്റ പൊസിഷനേ ഉള്ളൂ. അദ്ദേഹം അഴിമതിക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മാനദണ്ഡം അനുസരിച്ച് തന്നെ അത് ഇത് ചെയ്യുകയും വേണം. പക്ഷേ വിജിലൻസ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ പിന്നോട്ട് വലിക്കുന്നതിൻ്റെ താല്പര്യം എനിക്കതിലൊരു സംശയവും. പക്ഷേ ശ്രീ ജോസഫ് സി മാത്യു അങ്ങ് പറയുന്നു ഈ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഭരണസ്തംഭനത്തിന് ഉത്തരവാദി വിജിലൻസ് ഡയറക്ടറാണെന്ന് പറയുമ്പോൾ ശ്രീ വിൻസെന്റ് അടക്കം പക്ഷം പിടിക്കുന്നുവെന്ന്. പക്ഷേ അവർ ചൂണ്ടിക്കാട്ടുന്ന വിഷയം എന്താണ്? അവർ ചൂണ്ടിക്കാട്ടുന്നത് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ ഈ വിജിലൻസ് ഡയറക്ടർ തിരിഞ്ഞതിനെ പറ്റിയല്ല. അങ്ങനെ ഭരണസ്തംഭനം ഉണ്ടാകില്ലല്ലോ. ഭരണസ്തംഭനം ഉണ്ടാകണമെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കണം. ബാധിച്ച വിധങ്ങൾ പറയാം. കോടതിയിലേക്ക് പോവുകയാണ് 2 അഫിഡവിറ്റ് ഒറ്റ കാര്യത്തിൽ. ഒരേ ഉദ്യോഗസ്ഥൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ പേരിലും കൊടുക്കുന്നു ഒരു അഫിഡവിറ്റ്, വിജിലൻസിന് വേണ്ടിയിട്ടുള്ള പ്രോസിക്യൂട്ടറിൻ്റെ പേരിലും കൊടുക്കുന്നു ഒരു അഫിഡവിറ്റ്. കോടതി അത് പ്രത്യേകം പരിശോധിക്കണമെന്ന് പറയുകയാണ്. ഒരു നിമിഷം കഴിഞ്ഞില്ല. കോടതി തന്നെ ചോദിക്കുന്നു, വിജിലൻസ് രാഷ്ട്രീയം കളിക്കുവാണോ ഈ കോടതിയിൽ വന്ന് ഈ ബാർക്കോഴ കേസിൽ? എന്തുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിക്കുന്നു, പിന്നെ തുടർച്ചയായി അങ്ങനെ 2 തവണ തീരുമാനിക്കുന്നു, പിന്നെ മാറ്റി തീരുമാനിക്കുന്നു? എന്തുകൊണ്ടാണത് എന്ന്. ഇനി EP ജയരാജന്റെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്തെ അഭിഭാഷകൻ പറയുകയാണ് അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മനോഗതിക്ക് അനുസരിച്ചാണ് ഇതിൽ സ്വജനപക്ഷപാതമുള്ളതായി തോന്നുന്നത്, സർക്കാരിന് ബോധ്യമില്ല എന്ന്. വിജിലൻസിന് വേണ്ടിയിട്ട് ഹാജരാകുന്ന അഭിഭാഷകൻ പറയുന്നു അത് സ്വജനപക്ഷപാതമാണെന്ന്. ഇത് അന്തിമമായി എവിടെയാണ് എത്തിയിരിക്കുന്നത്? മറുപടി പറയാമല്ലോ. വിജിലൻസ് ഇപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ ന്യായീകരിക്കുന്നേ ഇല്ല. ഈ പറഞ്ഞ പോലെ കോർഡിനേഷൻ്റെ പ്രശ്നങ്ങൾ അതിൽ തീർച്ചയായിട്ടും ഉണ്ട്. മറ്റ് പല മേഖലകളിലെ പോലെ ഈ 2 അഫിഡവിറ്റ് കൊടുത്ത കേസ് വളരെ സുപ്രധാനമായ പിഴവാണ്. അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ഗവൺമെൻറ്റിലിരുന്ന് നമ്മൾ സംസാരിക്കുന്ന, ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു വിപുലമായ മിഷനറിയാണ്. അതിനുള്ളിൽ ഈ ഭരണസ്തംഭനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം?
ഇതിനോട് പ്രതികരിക്കുന്ന ഒരു വലിയ ശക്തി ഗവൺമെൻറ്റിനുള്ളിൽ തന്നെ ഉണ്ട്. അത് ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ശക്തിയല്ല. അതിനുള്ളിൽ ഒരു വലിയ റെസിസ്റ്റൻസ് രൂപപ്പെട്ടിട്ടുണ്ട്. അവർ തമ്മിലൊരു ശീതസമരവുമുണ്ട്. അത് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുമുണ്ട്. കോടതിയിൽ പോലുമുള്ള പ്രത്യേക നിക്ഷിപ്ത താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ മാത്രമായി നിൽക്കുകയാണ് വിജിലൻസ് ഡയറക്ടർക്കെതിരെ കുറെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ. അവർ ബോധപൂർവ്വം ഉണ്ടാക്കുന്നതാണ് ഈ ഭരണസമരം എന്നാണ് അങ്ങ് ഭംഗേന്ദ്രനെ പറഞ്ഞു വെക്കുന്നതെങ്കിൽ ഒരൊറ്റ ഉദാഹരണം മുൻ മുഖ്യമന്ത്രി ചോദിക്കുന്നത് കിഫ്ബി ഏറ്റവും വലിയ വികസനത്തിന്റെ സാധ്യതയെ ചൂണ്ടിക്കാട്ടുന്നത് അവിടെ ആകെ നടന്നത് വിജിലൻസ് റെയ്ഡാണെന്ന് പറയുന്നു. ഇതുവരെ പ്രവർത്തനക്ഷമമാകാതിരിക്കുന്ന ഒരു സംവിധാനത്തിലും അഴിമതിയുടെ സാധ്യതയുണ്ട് എന്ന് ആരായുകയാണ് വിജിലൻസ് ഡയറക്ടറെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥ സംവിധാനം പ്രവർത്തിക്കുക സാർ? അല്ലാതെ അന്വേഷിക്കണ്ടേ? അതോ കഴിഞ്ഞിട്ട് അന്വേഷിച്ചാൽ മതിയോ? കഴിഞ്ഞ ഗവൺമെന്റിന്റെ കിഫ്ബിയിലെ നീക്കിയിരിപ്പ് എങ്ങനെ വന്നു എന്ന് ഉമ്മൻചാണ്ടി വിശദീകരിക്കുന്നു ഈ ബജറ്റിന്റെ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട്. ഒന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏർപ്പെടുത്തിയ ഇന്ധന സെസ്സിന്റെ ഭാഗമായി കിട്ടുന്ന 1% സെസ്സിന്റെ വരുമാനം പ്ലസ് മോട്ടോർ വാഹന വകുപ്പിലെ. ഞാൻ അതിനെക്കുറിച്ച് ഇത് രണ്ടുമാണ് അവിടെ ഉള്ളത്. ഞാനൊരു കാര്യം പറയാം. ഇതിൽ എന്തിനാണ് സാർ റെയ്ഡ്? അല്ല ഇത് കേൾക്കൂ. ശ്രീ ജേക്കബ് തോമസ് പറഞ്ഞ പ്രോആക്റ്റീവ് വിജിലൻസ് എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ നിലവിലുള്ള സംവിധാനത്തിനും അപ്പുറത്ത് ഒരു പടി കടന്നുകൊണ്ടുള്ളതാണെന്ന് ഞാനും സമ്മതിക്കുന്നു. അത് പക്ഷേ ഇവിടുത്തെ ഈ തർക്ക വിഷയവുമായിട്ട് പെടുന്നില്ല. അദ്ദേഹം അന്വേഷിച്ചോട്ടെ. FIR ഇടാനോ അന്വേഷിക്കാനോ സന്ദേശം നൽകുന്നില്ലേ ശ്രീ? അത് ഉദ്യോഗസ്ഥർക്കും സന്ദേശം നൽകുന്നു. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കുന്നു? വേണു, എനിക്കതിൽ ഒരു കാര്യം, എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കുന്നു? അവരാവശ്യപ്പെടുന്നത് കംപ്ലീറ്റ് ആയിട്ട് അവരെ എക്സോണറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് IAS അസോസിയേഷൻ തന്നെ കൂടിയിട്ടുള്ള തീരുമാനം പുതിയ വിജിലൻസ് കേസ് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നില്ല. കാരണം വിജിലൻസ് ഡയറക്ടർക്ക് തോന്നുകയാണ് ഇത് അഴിമതിയെങ്കിൽ അദ്ദേഹത്തിനൊരു സർക്കുലർ ഇട്ടാൽ മതിയല്ലോ. അല്ല അദ്ദേഹത്തിനൊരു സർക്കുലർ ഇട്ടാൽ മതി ഇത് അഴിമതിയാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ. അതിൽ വേണു എടുക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. വേണു ഇപ്പോൾ പറയുന്നതിൽ എടുക്കുന്ന ഒരു പൊസിഷൻ അവർ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ വിജിലൻസ് കൈയും കെട്ടിയിരിക്കണം. എന്റെ അഭിപ്രായം അതല്ല. അങ്ങനെയല്ല സാർ. വിജിലൻസ് ഡയറക്ടറുടെ മനോരാജ്യത്തിനനുസരിച്ചാകരുത് ഒരു ഭരണ സംവിധാനത്തിന്റെ പ്രവർത്തന രീതി. അതിലേക്ക് വരാം. അതാണ് അങ്ങ് ആദ്യത്തെ മറുപടിയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം, അതിനുശേഷം നമുക്ക് അതിലേക്ക് വരാം. അതിന് തൊട്ടു മുമ്പ് ശ്രീ ജേക്കബ് ജോർജ് എന്താണ് KM എബ്രഹാമിന്റെ കാര്യത്തിൽ ഒരു നിഷ്കളങ്ക വീഴ്ചയായി കാണുന്നത്? ഈ ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ വലിയൊരു ക്രിമിനൽ നടപടിയായി അങ്ങ് വിശദീകരിക്കുന്നത്? അതെ, ഇത് ക്രിമിനൽ നടപടി ആരാണെന്ന് വിശദീകരിക്കുന്നത് KM എബ്രഹാം. ആ ആള് വളരെ പ്രതിപ്പെട്ടി കിടക്കുക 25,000 കോടിയാണ് KM എബ്രഹാം. അന്ന് വേണമെങ്കിൽ ശാരദയല്ല, മറ്റേ സഹാറ കേസ്, ക്ഷമിക്കണം, സുബ്രത റോയിയുടെ കൂലങ്കഷമായി പഠിച്ചിട്ടാണ് അദ്ദേഹം റിപ്പോർട്ട് എഴുതിയത്. സുബ്രത റോയി എത്ര വർഷം ജയിലിൽ കിടന്നറിയാമല്ലോ. ഇപ്പോഴും പരോളിലാണ്. സുപ്രീം കോടതിയുടെ കാരുണ്യത്തിലാണ്. ഇനിയും കൊടുക്കാനുള്ള 10,000 കോടി. 10,000 കോടിയെ KM എബ്രഹാം ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ എത്ര കോടി അദ്ദേഹത്തിൻ്റെ കൈ വന്ന് വീഴുമായിരുന്നു? 500 കോടി, 1000 കോടി ഈസി ആയിട്ട്. ബോംബെയിൽ ഒരു പ്രയാസമില്ലല്ലോ. ഒരു പൈസയുടെ ചായ മേടിച്ച് കുടിക്കാത്ത ആളല്ലേ KM എബ്രഹാം. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ വിജിലൻസ് ഒന്നല്ല ജോസഫ് സി മാത്യു 11 അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. 11 അന്വേഷണമാണ് നടക്കുന്നത്. എന്നിട്ട് പിന്നെ ജോലി ചെയ്യണമെന്ന് കൂടി പറയരുതേ ശ്രീ. അതെ, അതാണ് ഒരു കാര്യം കൂടെ പറയട്ടെ. അദ്ദേഹത്തിന്റെ ഈ വിജിലൻസിൽ ഒരു SI എന്നിട്ട് ഈയിടെ KM എബ്രഹാമിന്റെ ഉദ്യോഗസ്ഥരോട് ചോദിക്കുക, നിങ്ങൾ മറ്റേ കുറച്ച് സാറേ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? എബ്രഹാം ഒന്നും ചെയ്തതെന്ന് പറയണ്ട കേട്ടോ. എന്നിട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥരോട് എബ്രഹാമിനെ കുറിച്ച് ചീത്ത വിളിക്കാണ്. വിജിലൻസിലെ ഒരു SI ജോലി ചെയ്യുന്ന. അതായത് ഈ രണ്ടുപേരും ശ്രീ ജേക്കബ് തോമസും ശ്രീ KM എബ്രഹാമും ഞാൻ കേട്ട് മനസ്സിലാക്കിയിടത്തോളം വെച്ച് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരാണ്. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയാണ് അഴിമതി വിരുദ്ധ പോരാളിയാണ് ശ്രീ ജേക്കബ് തോമസ്. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ളവരാണ്. പക്ഷേ അതുകൊണ്ട് കാര്യങ്ങൾ പരിശോധിക്കാതിരിക്കണമെന്ന് അതിനർത്ഥമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ശ്രീ ജേക്കബ് തോമസിനുള്ള ആയുധം വെച്ചിട്ട് ശ്രീ ജേക്കബ് തോമസ് KM എബ്രഹാമിനെതിരെയും ശ്രീ KM എബ്രഹാമിനുള്ള ആയുധം വെച്ചിട്ട് അദ്ദേഹം ആവർത്തിച്ച് കോടതി തള്ളിയതിനു ശേഷം വീണ്ടും ജേക്കബ് തോമസിനെതിരെയും പോകുന്നു. രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അർത്ഥത്തിലാണെങ്കിൽ ഈഗോ തീർക്കലാണ്. ഇതിൽ പ്രശ്നം ഭരണസ്തംഭനം അത് ഭരണ നേതൃത്വം കൈകാര്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. KM എബ്രഹാം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതിക്കൂട്ടിലാക്കിക്കോ, കോടതി കൊണ്ടുപോയി. ശരി, ഞാനൊരു ഇടവേളയിലേക്ക് പോകാൻ. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് വിജിലൻസ് ജേക്കബ് തോമസിന്റെ സ്വർഗരാജ്യമായി തുടരണോ അതോ കേരളത്തിന് വേണോ ഒരു സമഗ്ര വിജിലൻസ് നിയമം? ഇടവേളയ്ക്ക് ശേഷം.